മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. സങ്കീർണമായ വർത്തമാന കാലഘട്ടത്തെ നയിക്കുന്നവരായി വിദ്യാർത്ഥി സമൂഹം മാറണമെന്നും സമൂഹത്തിൽ നടമാടുന്ന ലഹരി അടക്കമുള്ള സകലവിധ തിന്മകൾക്കുമെതിരെ പോരാടാനുള്ള ഊർജം വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കണമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച മീഡിയ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധാർമികതകൾക്കെതിരെ പൊരുതാനുള്ള കഴിവ് മാധ്യമ പഠനത്തിലൂടെ വിദ്യാർത്ഥികൾ നേടിയെടുക്കണം. ഇതിനായി പരന്ന വായനയും അനുഭവ സമ്പത്തും വിദ്യാലയങ്ങളിൽ നിന്നും ആർജിച്ചെടുക്കണം. സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കാൻ സ്കൂളുകളിലെ മീഡിയ ലാബ് വഴിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ആദ്യം ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കാൻ ആദ്യ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്ക് നമുക്ക് തൽക്കാലത്തേക്ക് NSS ക്ലാപ്പ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഒരു ഫോർമൽ അല്ലാതെ നമുക്കൊന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നു എന്ന് പറഞ്ഞു. മേ ബി ഒരു സ്കൂളിൽ ഒരു സീരിയസ് ഫങ്ഷനിൽ കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻസ് നടക്കാറുണ്ട്. വടകരയിൽ വന്ന ശേഷം ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നടക്കാൻ പോകുന്നതും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഹാവ് ടേക്കൺ ഫ്യൂ ക്വസ്റ്റ്യൻസ്. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ നവീകരിച്ച മീഡിയ റൂമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ആണ് നമ്മൾ ചേർന്ന് നിർവഹിക്കാനിവിടെ എത്തിയത്. അപ്പം നിങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കൂളിലെ നവീകരിച്ച മീഡിയ റൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഐ ടേക്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രം യു. നിങ്ങളെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല മൊമക്ക എന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പരിപാടിയുടെ സമയം ഇപ്പോൾ ഓൾറെഡി ആയി കഴിഞ്ഞു. നിങ്ങളടുത്ത് ഞാൻ എത്ര ലേറ്റായിട്ടാണ് എത്തിയത്. ഇസ്മായിൽ മാഷാണെങ്കിൽ ഒരു സമാധാനം എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഗുളിക കഴിക്കുന്നത് പോലെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും സ്വന്തം കാര്യത്തിന് ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിച്ചതൊക്കെ നിങ്ങളുടെ അടുക്ക വരണം, നിങ്ങളെ കാണണം, സ്കൂളിലെത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ വിളിച്ചത്. എന്താണെങ്കിലും നിങ്ങളുടെ അടുക്ക എത്തി കാണാൻ പറ്റി. സന്തോഷം. നിങ്ങളുടെ ക്യാമ്പസിൽ ഞാൻ താഴെ റൂമിൽ പോയി നിന്നപ്പം എന്നോട് ഇവർ പറയായിരുന്നു, ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന ഒരു മുറിയാണ് ആ റൂം എന്നുള്ളത് എന്നോട് അവിടെ നിന്ന് പറയുകയുണ്ടായി. അദ്ദേഹം നിങ്ങളുടെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തതിനെ സംബന്ധിച്ച് പറയുന്നു. സ്കൂളിൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് പറയണ്ടായിരുന്നു. പ്രിൻസിപ്പൾ ഇവിടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 95 മുതൽ 30 വർഷം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ കാലയളവിൽ ഒരു വലിയ കാലം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും ഇറ്റ്സ് നോട്ട് ടു ഷോർട്ട് ഓൾസോ. 30 വർഷം എന്ന് പറയുന്നത് ഒരുപാട് ജനറേഷൻസിനെ ഈ കലാലയത്തിലൂടെ ലോകത്തേക്ക് പറഞ്ഞയച്ച ഒരിടമാണ്. അപ്പം പണ്ട് കാലത്തെ ചരിത്രപരമായ പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പിന്നോക്കം നിന്നിരുന്നൊരു മേഖലയിൽ പഠിക്കാനും പാസ്സാവാനും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ, അതിനെ ചേസ് ചെയ്യാൻ, അതിൻ്റെ പിന്നാലെ കൂടാൻ, പാഷനെ ഫോളോ ചെയ്യാനൊക്കെ കഴിയാവുന്ന ഒരു വാശിയും ഒരു തരത്തിലുള്ള ഒരു ആഗ്രഹവും കുട്ടികളിൽ ജനിപ്പിക്കുന്നതിന് ഈ സ്ഥാപനം എത്രത്തോളം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടാകുമെന്നുള്ളതിനെ ചെറിയ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. സ്കൂൾ മാനേജർ PB കുഞ്ഞമ്മദ് ഹാജി അധ്യക്ഷനായി. കോഴിക്കോട് പ്രസ് ക്ലബിൽ നിന്നും മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡിപ്ലോമ പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി വാണിമേലിലെ അരീജ മുന്നസ, നാഷണൽ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച മുഹമ്മദ് റിഫാത്ത് എന്നിവർക്കുള്ള ഉപഹാരം ഷാഫി പറമ്പിൽ സമ്മാനിച്ചു. ചിത്രകാരൻ BP ലത്തീഫ് വരച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രേഖാചിത്രം ഷാഫി പറമ്പിലിന് സമ്മാനിച്ചു. TTK അഹമ്മദ് ഹാജി മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ MK കുഞ്ഞബ്ദുള്ള, ബംഗ്ലത്ത് മുഹമ്മദ്, PK മുഹമ്മദ് എടച്ചേരി, ജാഫർ വാണിമേൽ, AK രഞ്ജിത്ത്, ഇസ്മായിൽ വാണിമേൽ, O സഫിയ, M സൗദ, R രോഹൻ, MM മുഹമ്മദ്, അസീസ് ആര്യമ്പത്ത്, സുബൈർ തോട്ടക്കാട്, O നിസാർ, UT അഷ്റഫ്, MV റഷീദ്, AT റഫൂഫ്,
AT റഹൂഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും.